ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർക്കുളം സൈനുദ്ദീൻ, ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട്. നമ്മൾ അടുത്ത ഒരു ചാർട്ട് പാറ്റേണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതായത് പ്രൈസ് ആക്ഷൻ റിലേറ്റ് ചെയ്യുന്ന ചാർട്ട് പാറ്റേൺ ആണത്. പ്രൈസ് ദ കിങ് എന്ന് പറയാറുണ്ടല്ലോ. പ്രൈസ് ആക്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടാവുന്നതിൽ നല്ല ഒരു ടൂള്, ബൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൂളാണെന്നാണ് പൊതുവെ അഭിപ്രായം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെങ്ങനെ പ്രൈസ് ആക്ഷനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കുറച്ചുകൂടി നമ്മൾ നേരത്തെ കുറച്ച് ചാർട്ട് പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ വെഡ്ജിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആദ്യമേ പറഞ്ഞോട്ടെ, നമ്മളിത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, അതല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങിക്കാനൊന്നും പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് പഠനാവശ്യമായിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഉപകരിക്കും. നമ്മൾ കുറേ 10-20 വർഷമായിട്ടുള്ള മാർക്കറ്റിലുള്ള പഠനങ്ങളും റിസർച്ചും ICICI ഡയറക്റ്റ്, സീറോദ, അങ്ങനെ DBFS ഇവരൊക്കെ ആയിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള റിസർച്ചും, അതുപോലെ തന്നെ നമ്മുടെ NSE അക്കാദമിയിൽ നിന്ന് ചാർട്ട് പാറ്റേൺ, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ്, ഇങ്ങനെ കുറേ സർട്ടിഫിക്കറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കൂടാതെ എഴുതാറുണ്ട്, പുസ്തകങ്ങൾ എഴുതാറുണ്ട്. പ്രമുഖ പ്രസിദ്ധീകരണ കമ്പനികളൊക്കെ DC പോലുള്ള വലിയ നമ്മളെ പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളിൽ മാധ്യമം ആഴ്ചപ്പതിപ്പ്, മാതൃഭൂമി, അതുപോലെ അവരുടെ വീക്കെൻഡ്, പിന്നെ അതുപോലെ തന്നെ ദേശാഭിമാനത്തിലൊക്കെ കഥകളും ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങളത് കൂടുതൽ ആളുകളിൽ എത്തിക്കുകയും വേണം, അതൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ പാറ്റേൺസിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ട്രയാങ്കിൾ പാറ്റേൺസ്? അപ്പോൾ ഈ ട്രയാങ്കിൾ പാറ്റേൺസ് നമ്മൾ പറയുമ്പോൾ ഈ വെഡ്ജ്, അതുപോലെ തന്നെ പെന്നൻ്റ്, ഇതുപോലൊക്കെ തന്നെ അതിനോട് സാദൃശ്യമുള്ള ഒന്നാണിത് ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറയുന്നത്. ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ? ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ എന്നാൽ ത്രികോണാകൃതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേണാണ്. അത് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിലേക്ക് പോവാം. ചാർട്ടും അതിൻ്റെ ഇതൊക്കെ കണക്ട് ചെയ്യാം. ഒരു ചാർട്ട് പാറ്റേണാണ്. ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ടെക്നിക്കൽ അനാലിസിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. ഒരു ത്രികോണത്തോട് സാമ്യമുള്ളതിനാലാണ് ഇതിന് ഈ പേര് കൈവന്നിരിക്കുന്നത്. ഒരു അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ചമായി ട്രെൻഡ് ലൈൻ വരച്ചുകൊണ്ട് ഇത് കണ്ടെത്താം. നിലവിലുള്ള ട്രെൻഡിലെ ഒരു മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു നിശ്ചിത പ്രൈസ് റേഞ്ചിൽ നിന്ന് ചെറിയ ചെറിയ കാൻഡിലുകൾ രൂപപ്പെട്ടു വന്ന് ട്രയാങ്കിളിൻ്റെ ഏറ്റവും ചെറിയ പോയിന്റിലെത്തുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുമെന്ന് ആണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. ട്രയാങ്കിൾ പാറ്റേൺ ട്രെൻഡ് കണ്ടിന്യൂഷൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ്. 3 തരത്തിലുള്ള ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഉള്ളത്. 1 അസെൻഡിങ് ട്രയാങ്കിൾ, 2 ഡിസെൻഡിങ് ട്രയാങ്കിൾ, 3 സിമെട്രിക്കൽ ട്രയാങ്കിൾ. അതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് പഠിക്കാം. അസെൻഡിങ് ട്രയാങ്കിൾ. എന്താണ് അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് നോക്കാം. അസെൻഡിങ് ട്രയാങ്കിളിന് മുകളിലെ ലൈൻ ഒരു റെസിസ്റ്റൻസ് ലൈനായി കണക്കാക്കാം. ഈ റെസിസ്റ്റൻസ് ലൈനിൽ തട്ടി നിരവധി തവണ ക്യാൻഡിൽ തിരികെ വരുന്നതായി കാണാം. അതേസമയം താഴത്തെ രേഖ ഡയഗോണലായിട്ടാണ് ഉണ്ടാവുക. അതായത് നിരവധി തവണ ഹയർ ലോ ഉണ്ടാക്കുന്നതായി കാണാം. ഇത് ചെറുതായി വന്ന് ഈ 2 ലൈനുകളും കൂടുതൽ ചേർന്ന് വരും. ഒടുവിൽ ബ്രേക്കൗട്ട് സംഭവിക്കും. അതായത് അസെൻഡിങ് ട്രയാങ്കിൾ നേരത്തെയുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ ഭാഗമായാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് അതൊരു ബുള്ളിഷ് ട്രെൻഡാകാനാണ് സാധ്യത. തുടർന്ന് അത് വരെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ലെവൽ പിന്നീട് സപ്പോർട്ട് ലെവലായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതായത് ഈ ബ്രേക്കൗട്ട് കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് ലൈന്, ആ റെസിസ്റ്റൻസ് ലൈനിൻ്റെ മുട്ടിയിട്ട് അങ്ങോട്ട് താഴോട്ട് വരികയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ബ്രേക്കൗട്ട് അവിടെ നിന്ന് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഈ റെസിസ്റ്റൻസ് ലൈന് സപ്പോർട്ട് ലൈനാവും. കാരണം അത് തിരികെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കും, വീണ്ടും സപ്പോർട്ട് എടുത്ത് തിരികെ പോകും. അങ്ങനെ ഒരു സിനാരിയാണ് നമുക്ക് കാണാൻ പറ്റാം. പിന്നെ അടുത്ത ഡിസെൻഡിങ് ട്രയാങ്കിളാണ്. ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് ഡിസെൻഡിങ് ട്രയാങ്കിൾ. അതായത് ഇതും ഒരു ബ്രേക്കൗട്ട് പാറ്റേൺ തന്നെയാണ്. താഴത്തെ ട്രെൻഡ് ലൈൻ തിരശ്ചീനമായിരിക്കും. മുകളിൽ നിന്നും തുടങ്ങുന്ന ലൈൻ താഴത്തെ തിരശ്ചീന രേഖയിലേക്ക് ബന്ധിപ്പിക്കാം. തുടർച്ചയായ ലോവർ ഹൈ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പാറ്റേൺ സംഭവിക്കുന്നത്. നിരവധി തവണ ഇത് ആവർത്തിച്ചേക്കാം. കാൻഡിലുകൾ ചെറുതായി വന്ന് താഴത്തെ സപ്പോർട്ട് രേഖയോട് കൂടുതൽ അടുക്കുന്നു. അതിനിടയിൽ ബ്രേക്കൗട്ട് സംഭവിക്കുന്നു. ഒരു ഡൗൺ ട്രെൻഡിൻ്റെ തുടർച്ചയായാണ് ഡിസെൻഡിങ് ട്രയാങ്കിൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ബെയറിഷ് ബ്രേക്കൗട്ടാണ്. ഇവിടെ ഷോർട്ട് സെൽ ചെയ്യുകയാണ് വേണ്ടത്.
അതായത് ഡിസെൻഡിങ് ട്രയാങ്കിളിൽ നമ്മൾ അത് ഒരു ബെയറിഷ് ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണ് ഡിസെൻഡിങ് ട്രയാങ്കിൾ വരുന്നത്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഡിസെൻഡിങ് ട്രയാങ്കിൾ വീണ്ടും ഇതൊരു ചാർട്ട് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. അപ്പോൾ വീണ്ടും ഒരു എന്തുണ്ടാവുന്നു, ഒരു ബ്രേക്ക് അത് ബെയറിഷ് ബ്രേക്ക് ഔട്ടാണത്. അപ്പോൾ അവിടെ നമ്മൾ ഷോർട്ട് സെൽ ചെയ്യാണ് വേണ്ടത്. അതും ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലവിലുണ്ടായിരുന്ന സപ്പോർട്ട് ലൈൻ ഇവിടെ റെസിസ്റ്റൻസ് ലൈനായിട്ട് മാറുകയും ചെയ്യും. നേരത്തെ പറഞ്ഞിട്ട് നേരെ വിപരീതം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിമ്മട്രിക്കൽ ട്രയാങ്കിളാണ്. എന്താണ് സിമ്മട്രിക്കൽ ട്രയാങ്കിൾ എന്ന് നോക്കാം. സിമ്മട്രിക്കൽ ട്രയാങ്കിൾ എന്നത് രണ്ട് രേഖകളും ഒരു പോയിന്റിലേക്ക് ചേർന്ന് വരുന്നതാണ്. അതായത് രണ്ട് ലൈനിൽ നിന്നും ക്യാൻഡിൽ ചുരുങ്ങി വരുന്നു. ഒരു ഘട്ടത്തിലും ഈ ലൈനിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ ഇത് വരുന്നില്ല. അസറ്റിൻ്റെ വില ചുരുങ്ങി വരുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ ക്യാൻഡിൽസ് ചെറുതായി വന്ന് ഒരു പോയിന്റിലേക്ക് ചുരുങ്ങുന്നു. സിമ്മട്രിക്കൽ ട്രയാങ്കിൾ ഏത് ദിശയിൽ നിന്നാണോ രൂപപ്പെട്ടത് അതേ ദിശയിലേക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ടാകാനാണ് സാധ്യത. അതായത് ഒരു അപ് ട്രെൻഡിന് ശേഷമാണ് രൂപപ്പെടുന്നതെങ്കിൽ ബുള്ളിഷ് ബ്രേക്ക് ഔട്ടാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ തിരിച്ചും. ഇവിടെയും വോളിയത്തിന് വലിയ പങ്കുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം എല്ലാ പാറ്റേണിനും വോളിയത്തിന് നല്ല പങ്കുണ്ട് കേട്ടോ. വോളിയം നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ വോളിയം കുറവാണെങ്കിൽ ഫാൾസ് ബ്രേക്ക് ഔട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു നിശ്ചിത ലെവലിൽ നിന്ന് അസറ്റ് അതായത് സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് തിരികെ വരും. സ്റ്റോക്കും ഡെറിവേറ്റീവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഡെറിവേറ്റീവ് എന്നാൽ കോൺട്രാക്ട്സ് ആണ്, അതായത് ഓപ്ഷൻ ഫ്യൂച്ചർ പോലുള്ള കോൺട്രാക്ട്സുകൾ, അതാണ് അത് ഡെറിവേറ്റീവ്. സ്റ്റോക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും വോളിയത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ വോളിയം ശരിയായ രീതിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ വോളിയം നമ്മളെ ചാർട്ടിനോടൊപ്പം ക്ലബ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വോളിയത്തിൻ്റെ ശരാശരി ഉയരുന്നുണ്ടെങ്കിൽ മാത്രമേ വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഈ മറ്റേ ശരിയായ ഒരു എന്തുണ്ടാവുള്ളൂ, ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വോളിയം ഇല്ലാതെ ചെയ്യുമ്പോൾ തന്നാൽ ചിലപ്പോൾ മാനിപ്പുലേഷൻ ആയിരിക്കാം. പ്രത്യേകിച്ചും അത് നിഫ്റ്റിക്ക് അത് കുറവാണ്, അങ്ങനെ സാധിക്കൽ കുറവാണ്. പക്ഷേ ആ സമയത്ത് സ്റ്റോക്കുകളുടെയൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ, സ്റ്റോക്കുകളുടെ ഡെറിവേറ്റീവാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ വളരെ ശ്രദ്ധിക്കണം. വോളിയം ഫേക്ക് ആവാൻ വളരെ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും നമ്മൾ വോളിയം ശ്രദ്ധിക്കണം. വോളിയത്തിന് വലിയൊരു പങ്കുണ്ട്. ഇത് ഏത് ദിശയിലേക്ക് വളരുകയാണെങ്കിലും ഉയരുകയാണെങ്കിലും താഴുകയാണെങ്കിലും വോളിയം കൂടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. വോളിയം ഇല്ലാതെയാണ് വളരുന്നതെങ്കിൽ അത് ഫേക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഈ കാര്യത്തിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ചാർട്ടുകളൊക്കെ നമുക്ക് നോക്കാം.